അതങ്കിൾ ഓ കുറച്ചു നേരം ധ്യാനത്തിൽ ഏർപ്പെടുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? നല്ലൊരു കാര്യമാണ്. ഒരു കുഞ്ഞു ധ്യാനമായിരിക്കും അല്ലേ? പേരങ്ങനെയാണെങ്കിലും ഈ ആള് വന്നു കഴിഞ്ഞാൽ നമുക്ക് ധ്യാനത്തിൽ ഏർപ്പെടാനേ പറ്റില്ല. മൊത്തം പ്രശ്നമായിരിക്കും. പ്രശ്നമായിരിക്കും. Okay. വിളിക്കാം. വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നമ്മുടെ ലിറ്റിൽ ഏഞ്ചൽ ധ്യാനക്കുട്ടി ഓൺ സ്റ്റേജ്. ഹായ് ചേച്ചി. അയ്യോ, പോലെ പോലെ. ഹായ് ഞാൻ ധ്യാനക്കുട്ടി. ഇറങ്ങി പോവാ. എന്റെ കൂടെ ആ, എന്റെ കസിൻസും എന്റെ ചേച്ചിമാരും എവിടെ? സിസ്റ്റേഴ്സും വന്നിട്ടുണ്ട്. ഹായ് ആ. സിസ്റ്റർ. ഇത്രയും പേര് കൂടെ വന്നിട്ടുണ്ടല്ലേ? ഡാഡിയും വന്നിട്ടുണ്ട്. ഡാഡി. ഡാഡി. ചേട്ടാ ഓ. ഹായ്. ഡാഡി ഇതുവരെ കണ്ടിട്ടില്ല. ഹായ് ഹായ്. ഇത്തിരി പാട്ടിന് കൊണ്ടുവരുന്നില്ലേ? അതെ 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 കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ. തലയിൽ കണ്ടോ ഒരു ഗാലക്സി തന്നെയുണ്ട്. അതെ. എന്നാലും എന്തോ ഒരു പൊടി. ബാഗില് ആ? ഒരു സാധനം മെഴുകി വെച്ചിട്ട് അതിന്റെ ഉള്ളില് ഒരു പൈസ പോലത്തെ ഒരു സാധനം. ഒന്ന് കാണിച്ചേ. ഓ, ഓക്കെ. ഇനി ആ മീനൂട്ടി ഈ മയക്ക് പിടിക്കും. ആ ശരി, ഞങ്ങൾ തമ്മിലൊരു കൊടുക്കൽ വാങ്ങാൻ യുനോ കാർഡ്. അറിയോ എം ജെ അങ്കിൾ? ആ, യുനോ കാർഡ്സ് അറിയോ കളിക്കാൻ? മധു അങ്കിൾ ആരി ചേച്ചി അറിയില്ലേ? ആ പിന്നെ അപ്പൊ ഇന്ന് പാട്ടൊന്നുമില്ല, ഇന്ന് നമ്മൾ ഇന്ന് യുനോ കാർഡ് കളിക്കുന്നു. മമ്മിയാണ്. മോതിരം ആരാ അറിയോ ഉണ്ടാക്കിയത്? ആരാ? ഞാൻ. ഓ. ക്ലിപ്പ് വെച്ചിട്ടുണ്ടോ? അതെ, ഓ, ഓ. ഐ ലവ് യു മമ്മി കേട്ടാലോ? I മമ്മി love you, കേൾക്കാം. മമ്മി കേൾക്കാം അപ്പൊ നമുക്ക്. ഡാഡിക്ക് പാട്ടില്ലേ? മമ്മിക്ക് മാത്രമുള്ളോ? പക്ഷേ ഞാന് ആ. ഈ പാട്ട് മമ്മിക്ക് വേണ്ടിയിട്ടാണ് പാടുന്നത്. ആ, അപ്പൊ ഡാഡിക്കില്ലേ? ഓക്കേ. ഡാഡിക്ക് അത് വേറൊരു അടുത്ത ദിവസം. വേറെ വേറെ പാട്ട്. വേറെ ദിവസം പാടാം. പേരില്ലാത്ത പാട്ട് ഓർക്ക് മുട്ടായിയുടെ ഇഷ്ടാണ്. പക്ഷെ ധൈര്യം മിൽക്ക് ഞാന് ഡാഡിക്ക് കൊടുക്കണം. ധൈര്യം മിൽക്ക് ഞാൻ പൂകൾ തന്നും പൂമ്പാറ്റേന് മീനൂട്ടി എന്തോ? മീനൂട്ടി തോറ്റു പോയി പറഞ്ഞില്ലേ മധുവങ്കളെ? അതെ അതെ ആ. അപ്പൊ ഞാൻ അയലത്തില് ഫുള്ളും ധൈര്യം മിൽക്ക് ആ, ഓക്കേ. ഒരൊറ്റ കാര്യം സെന്റൻസ് എന്തൊക്കെ പറഞ്ഞാലും പൂരം നന്നായത് പാറമക്കാവിലെയാണ്. ഓക്കെ, എന്നാ നമുക്ക് തുടങ്ങിയാൽ. കൺമണി കൺമണി പാട്ട് പാടാമോ? ഐ ലവ് യു. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, പാടിക്കോളൂ. ഓക്കേ. ഓൾ ദി ബെസ്റ്റ്. വീണ
അടിപൊളി. I love you, ധ്യാന. I love you. I love you. I love you, ധ്യാന. ഐ ലവ് യു കേട്ടോ. I love you. You. ആ, ഇവിടെ ഇവിടെ ഇവിടെ. എന്റെ വാച്ചിലെ പാട്ടുണ്ട്. വാച്ചില് പാട്ടുണ്ടോ? വാച്ചിൽ വരെ പാട്ടാ. പാട്ടുണ്ട്. അവിടെ കേക്കട്ടെ. കേട്ടല്ലോ? നിങ്ങക്ക് ആരുടെയും വാച്ചിലില്ലല്ലോ. ഇല്ല. ഇല്ല, കോച്ച് പോലും ഇല്ല. നമ്മള് പാവം. ലൈറ്റ് ഉണ്ടല്ലോ, ലൈറ്റ്. ലൈറ്റും പല ഉണ്ട്. കളറ്. എന്ത് രസാ. അങ്കിള് തരുമോ? ഇല്ല. കൊടുക്കോ? എനിക്ക് ആ ബാഗ് മതി. ഇതിന്റെ ഉള്ളിൽ ഐസ്ക്രീം. ഐസ്ക്രീമും ഉണ്ടോ? ഐസ്ക്രീം ഉണ്ടോ? ആ ടോയാ. ടോയ് ഐസ്ക്രീം. അതെ ധ്യാനക്കുട്ടി, പോക്കറ്റില് കൈ ഇട്ടല്ലോ പാട്ട് പാടുന്നതിനിടയില്. എന്തായിരുന്നു പോക്കറ്റിൽ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഒന്നുമില്ലേ? കൂളായി നിന്നിട്ട് എത്രയാ വരി പാടുന്നല്ലേ ധ്യാനക്കുട്ടി. ഇതിന്റെ ഉള്ളിൽ കൊണ്ടയാ. എന്താ? ബഷീറിന്റെ ഉള്ളിൽ കൊണ്ടയാ. കൊന്തയുണ്ട്. ഈശോന്റെ കൊണ്ട. ഈശോന്റെ. വന്നുണ്ടോ? അത് കാണിച്ചു തരാൻ പറ്റൂല. ശരി, കാണിച്ചു തരണ്ട. ഓക്കേ, ഓക്കേ. മമ്മി ചീത്തറി. മമ്മി ചെയ്ത ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല എന്തായാലും. അപ്പ പാട്ടാടും. പാട്ട് പാടും. പാട്ട് പാടുവോ? മേഡം പാട്ടും പാടും. ആണോ? പാട്ടും പാടും. ആ ഡാഡിയുടെ ഒരു പാട്ട് ഒരു ശകലം കേൾക്കാമോ? സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി സാമജ സഞ്ചാരിണി സരസീരുഹ മധുവാദിനി ശൃണു മമ ഹൃദയം സ്മരശരനിലയം ശൃണു മമ ഹൃദയം സ്മരശരനിലയം സാമജ സഞ്ചാരിണി ധ്യാനക്കുട്ടി പാടിക്കോ. സരസീരുഹ മധുവാദിനി. ഹായ്. ആഹാ. വെരി ഗുഡ്, വെരി ഗുഡ്. ചുമ്മാ അല്ല ധ്യാനക്കുട്ടി ഇങ്ങനെ പാടുന്നത്. ആ. അമ്മയും പാടുവോ? മമ്മി അമ്മ പാടുവോ? പാടൂല. മമ്മി പാടൂല, അത് അവക്ക് നേരത്തെ അറിയാം. അനിയത്തിമാര് പാടും. കസിന്റെ ചിന്നുവാണ്. അപ്പൊ ശരിക്കുള്ളൊരു പേര് പാർവണ. 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 ഇന്ന് പാടിയില്ലേ ഐ ലവ് യു മമ്മി? അത് ഏത് ലാംഗ്വേജിലുള്ള പാട്ടാ? അത് ഇംഗ്ലീഷ് ആണോ? അതെന്തായിരുന്നു ധ്യാനക്കുട്ടി? മലയാളം. ആ ഭാഗം പാടിത്തരോ? മീനുട്ടിക്ക് തോന്നി അത് ഇല്ല, മലയാളമാണെന്ന്. മലയാളം ഒന്നും എനിക്ക് മനസ്സിലായില്ല. അല്ല, ഇതില്ലായിരുന്നു ഈ നാട്ടുമാവിൻ. എന്തായിരുന്നു അത്? ഐ എം സോറി. ഞാനിപ്പോ ഇംഗ്ലീഷ് പഠിച്ചു. കൂടിയിട്ടുണ്ട് അല്ലേ? മനസ്സിലായി എനിക്ക്. ആ പച്ച് അതെന്തായിരുന്നു ധ്യാനക്കുട്ടി പാടിയത്? ഈ നാട്ടുമാവിൻ നീളെ എങ്ങനെയായിരുന്നു? ആ, ആണോ? മനസ്സിലായോ? മനസ്സിലായോ എം ജെ അങ്കിളിന്? മധുചേട്ടൻ ഇപ്പൊ വായിക്കാൻ പറ്റുന്നില്ല. ഏത് ലൈനാ പാടിയെന്ന് മധുചേട്ടൻ ഇപ്പൊ വായിക്കാൻ പറ്റണില്ല. എന്തായാലും ഇത്രയും വരിയൊക്കെ പാടി. അയ്യോ, ഇത് എവിടെ പോവാ? ഒളിച്ചിരിക്കുകയാണോ? ചിരിച്ച് അങ്ങോട്ട് പോയതാ. ഇടയ്ക്ക് അന്ന് ആട്ടുകട്ടിൽ പോലെ എന്നൊക്കെ ഉണ്ട് കേട്ടോ. ആ, ആട്ടുകട്ടിൽ പോലെ. ഉണ്ട്. ധ്യാനക്കുട്ടി ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു പാടണ കാണാനും കേൾക്കാനും. ആ ഡാൻസും എങ്ങനെയാ? ഡാൻസ് എങ്ങനെയായിരുന്നു? പിന്നെ കഴിഞ്ഞാൽ തിരിയും. വേറെ ഏതൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നല്ലോ ഇങ്ങനെ. ആ പോക്കറ്റില് കൈയിട്ടിട്ട്. അത് പോക്കറ്റ് ഇടുന്ന സ്റ്റെപ്പ് ആയിരുന്നു അല്ലേ? ഓ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇന്ന് കലക്കി. മധുവെങ്കിൽ ഇഷ്ടപ്പെട്ടു. ഐ ലവ് യു ഒന്ന് പാടി. ഐ ലവ് യു. എന്താ ഐ ലവ് യു പാടി. ഐ ലവ് യു. ചോര വരുന്നുണ്ടോ? അതെങ്ങനെയാ? കടിച്ചോ? എന്റെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ഒരു വലിയ പൈപ്പ് അവിടെ കുത്തിച്ചിട്ട് ചോര വരുന്നു. ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തോ? ധൻശ്രീ വഴക്കൂടിയോ നിങ്ങള്? അല്ല, വഴക്ക് കൂടിയതല്ല. ഞാൻ കൈ കഴുകാൻ നിശാന്തി കൈ കഴുകാൻ പോയപ്പോഴും ദർശ എടുത്തപ്പോഴും അവിടെ കൈ കഴുകി കഴിഞ്ഞപ്പോഴും ദർശന്റെ ഇവിടെ കുത്തിയപ്പോഴും ചോര വരുന്നു. ഇപ്പൊ ഐ ലവ് യു മമ്മി ഒന്ന് പാടി. കുന്നത്തെ മരുന്ന് എടുത്ത് വന്നിട്ട് ശരീരങ്ങള് ചുണ്ടല് ചേച്ചു. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഇപ്പൊ എനിക്ക് ഒന്ന് ഐ ലവ് യു മമ്മി അന്നൊക്കെ പാടിയ കേക്കട്ടെ. I love you, I love you, I love you, mommy. I love you, I love you, I love you, mommy.
മമ്മി. ക്യൂട്ടാണ് കേൾക്കാൻ. വെരി നൈസ്, സൂപ്പർ സൂപ്പർ. മധുവങ്കിളിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതെ, വളരെ ഇഷ്ടപ്പെട്ടു. ആര്യ ചേച്ചി ഇഷ്ടപ്പെട്ടോ? അയ്യോ എനിക്ക് 2 പാട്ടും ഇഷ്ടപ്പെട്ടു. എനിക്ക് ഒരൊറ്റ കാര്യം പറയാവുള്ളൂ. ഐ ലവ് യു കാനക്കുട്ടി. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പറയട്ടെ? പോരട്ടെ, അങ്ങനെ ഒരു മധുരമഴ. ശരി, ബൈ ബൈ. ബൈ 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 ബൈ. മധുകൾ ഓ, സുഖാണ്? സുഖങ്ങളൊക്കെ തന്നെ. കുറച്ചുകൂടെ സുഖം. എനിക്ക് നല്ല സുഖം. നമുക്ക് കുറച്ചുകൂടെ സുഖമാവാൻ ഒരു ഡിബറ്റ് കേൾക്കുന്നതിനെ പറ്റി മധുവങ്ങളുടെ അഭിപ്രായം എന്താണ്? നല്ലൊരു ആശ്വാസമായിരിക്കും അല്ലേ? അതെ, ഒരു ഡിബറ്റ് കാണുമ്പോൾ നമുക്ക് എന്തൊക്കെ ആശ്വാസം ഉണ്ട്. ഒന്ന്, 2 പേരുടെ പെർഫോമൻസ് കാണാൻ പറ്റും. പഴയ ആൾക്കാരെ നമുക്ക് പഴയ ആൾക്കാരെ വീണ്ടും കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ പഴയ സീസണില്, അതായത് സീസൺ 2-ല് ഒത്തിരി പേര്, നമ്മുടെ പ്രേക്ഷകരായാലും നമ്മളായാലും ഒക്കെ കാണാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരാളാ വരാൻ പോകുന്നത്. സീസൺ 2-ന്റെ വിന്നർ ആയിരുന്നു. അതെ, നമ്മുടെ ശ്രീനന്ദ് കുട്ടനും ഇപ്പോ നമ്മുടെ സീസൺ 6 ദിയക്കുട്ടിയാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. ലെറ്റ്സ് വെൽക്കം ശ്രീനന്ദ് ആൻഡ് ദിയക്കുട്ടി ഓൺ സ്റ്റേജ്. മക്കളെ, ഇന്നൊരു മയിൽക്കുട്ടിയെ പോലെ ഉണ്ടല്ലോ. നല്ല രസമുണ്ട്. പാടുന്നതിന് മുന്നേ അധികം സംസാരിക്കാറില്ല, അതാണ് ശബ്ദത്തിന് പ്രശ്നമാവും. ദിയക്കുട്ടി, പീലി ഏഴും വീശിവ സ്വരരാഗ മയൂരമാം, ആ പാട്ട് കേട്ടില്ലേ? അങ്ങനെ ഒരു പാട്ടുണ്ട്. മയൂരം എന്ന് പറഞ്ഞാൽ ഇതാണ്, മയിലാണ്. അതെ. അപ്പൊ ഒന്ന് പാട്ട് പീലി നിർത്തോ നോക്കാം. ഏത് പാട്ടാണ് പീലി നിർത്താൻ പോകുന്നത്? ആഹാ, ഉഗ്രം പാട്ട്. വേണിച്ചേട്ടനും ഗായത്രി. അതെ, ഗായു. മുംബൈയിലെ ഗായു. ഗിരീഷ് സാറിന്റെ വരികൾ, ഔസേപ്പച്ചൻ സാറിന്റെ സംഗീതം. 2003 അല്ലേ? മൂവിയുടെയും മുല്ലവള്ളിയും തേന്മാവും. ബ്യൂട്ടിഫുൾ സോങ്. മുല്ലവള്ളിയും തേന്മാവും. ഇതിലാരാണ് മുല്ലവള്ളി, ആരാണ് തേന്മാവും? പാട്ട് കേട്ട് നമുക്ക് ആർക്ക് വേണേ ആവാം. എങ്ങനെയുണ്ടായിരുന്നു? ഒരു സീസൺ വിന്നർ അല്ലേ? ടൈറ്റിൽ വിന്നർ അല്ലേ? എങ്ങനെയുണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. എന്തെങ്കിലും പുതിയ ടിപ്സ് കിട്ടിയോ? പഴയ വിന്നറാണല്ലോ. പക്ഷെ ശ്രീനാഥിന്റെ നാണം ഇതുവരെ മാറിയിട്ടില്ലെന്നു. ദിയക്കല്ല നാണം, ശ്രീനന്ദിനാ നാണം. അപ്പൊ രണ്ടുപേരും കൂടെ ഗംഭീരാകട്ടെ. അതെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു. താമരനൂലിനാൽ മെല്ലിൻ മേനി തൊട്ടു വിളിക്കൂ, താഴിട്ട് പോട്ടുമെ നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ, എന്റെ മാറോട് ചേർന്നൊരു പാട്ടുമൊഴു, മണിവിരലിനാൽ താളമേടൂ, മെല്ലെ മെല്ലെ നീയുറക്കൂ, താമരനൂലിനാൽ മെല്ലിൻ മേനി തൊട്ടു വിളിക്കൂ. വീലേറ്റുവാടുന്ന പൂവ് പോലെ, പൂങ്കാറ്റിലാടും കടമ്പ് പോലെ, ഒരു കടൽ പോലെ
കാലടിയിൽ തിരനുര കൈകളും നീട്ടി നിൽപ്പൂ. എന്നിട്ടും എന്നിട്ടും എന്തേ നീ നിന്റെ നിറകയിലൊരു മുത്തം തന്നില്ല? ആരിരാരിരാരു ആരാരോ ആരിരാരിരാരു. താമരനൂലിനാൽ മെല്ലെ എന്നീ തൊട്ടു വിളിക്കൂ. താഴിട്ടു പൂട്ടുമെന്നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ. കാത്തു നിൽപ്പൂ. എന്നിട്ടും എന്നിട്ടും എന്തേ നീ നിന്റെ പുലർവെയിലിനു പൂക്കൾ തന്നില്ല? താമരനൂലിനാൽ മെല്ലെ എന്നീ തൊട്ടു വിളിക്കൂ. താഴിട്ടു പൂട്ടുമെന്നെഞ്ചിലെ വാതിലി മുട്ടി വിളിക്കൂ. എന്നെ മാറത്ത് ചേർത്തൊരു പാട്ടുമോളൂ. വിരലിനാൽ താളമിടൂ. മെല്ലെ മെല്ലെ എന്നെ നീയുറക്കൂ. സൂപ്പർ സൂപ്പർ. നന്ദുട്ടാ, ആഹാ, എത്ര നാളായി ഇതിന്റെ പാട്ട് കേട്ടിട്ട്. ആ ഒരു എക്സ്പീരിയൻസ് ക്യാമ്പയിനറായിട്ട് മാറിയിരിക്കുകയാണ് അല്ലേ? വെരി മെച്ചുവേർഡ് സിംഗിങ് ആണ്. കൊള്ളാം കൊള്ളാം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങള്. അത് നിങ്ങളൊക്കെ ഇങ്ങനെ പാടുന്നതാണ് നമ്മുടെ സ്വപ്നം അല്ലേ? അപ്പൊ ഇറ്റ്സ് എ ഡ്രീം കം ട്രൂ. നമ്മുടെ മകനൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ പാടുന്നത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ ഒരു ഡ്രീം ഇങ്ങനെ കമ്മിങ് ട്രൂ ആയിട്ട് നിൽക്കുന്ന ഒരാളും കൂടെ ഇവിടെ ഉണ്ട്. നമ്മുടെ ദിയക്കുട്ടി. നമ്മുടെ എല്ലാ സ്വപ്നമാണ് കേട്ടോ ദിയക്കുട്ടി. ഒരു വേറെ ലെവലിൽ എത്തണം എന്നുള്ളത്. നന്ദൂട്ടൻ്റെ നിന്ന് കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എങ്ങനെയാണ് നമ്മൾ അത് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൂളായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്. എനിക്കിന്ന് പാടിയ ഒരുപാട് പോർഷൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആദ്യം ഇഷ്ടപ്പെട്ട ഇടങ്ങൾ ഞാൻ പറയാം. പൂങ്കാറ്റിലാടും കടമ്പ് പോലെ എന്നുള്ളതിന്റെ എക്സ്പ്രഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇടയ്ക്കൊരു ഹമ്മിങ് പാടില്ലേ, അത് നന്നായിരുന്നു. പിന്നെ അത് പാടിയില്ലേ, അത് കൊള്ളമായിരുന്നു, വളരെ നന്നായിരുന്നു. നറുമഴ പോലെ നിൻ പൂഞ്ചിമിഴിൽ, അത് നന്നായിരുന്നു. അപ്പൊ അവിടെ 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 ആയിട്ട് നമുക്ക് നല്ല പ്രകാശം കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയിൽ ഈ പ്രകാശങ്ങളെ തമ്മിൽ യുണൈറ്റ് ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, അത് പ്രത്യേകിച്ച് ഒരു ഡ്യുവറ്റിൽ വരുമ്പോഴത്തേക്കും അവന്റെ പ്രകാശം ഇങ്ങോട്ട് എടുക്കുകയും ഇവിടുത്തെ പ്രകാശം അങ്ങോട്ട് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഈ 1 2 3 1 2 3 1 2 ആ സ്വിങ് ഇല്ലേ, ആ സ്വിങ് കുറച്ചും കൂടെ കിട്ടിയാൽ നല്ലതാണ് എന്ന് തോന്നി. ഈ ജും ചക് ചും ചും ചക് ചും ചും ചക് ചും ചും ചക് ചും അല്ലേ, അപ്പൊ അതിന്റെ കൂടെ ഇങ്ങനെ ലയിച്ചങ്ങ് പോയാൽ മതി. വേറൊരു കാര്യം തീകുട്ടി വളരെയധികം ശ്രദ്ധിക്കേണ്ടത്, ഡോണ്ട് ഒബ്സർവ് ടു മച്ച്. ഒരു വരി പാടുമ്പോഴത്തേക്കും ഒരുപാട് അതിനെപ്പറ്റി ഒബ്സർവ് ചെയ്ത് പാടണ്ട, കുറച്ചും കൂടെ ടേക്ക് ഇറ്റ് ഈസി പോളിസി നന്നായിരിക്കും തോന്നുന്നു. ഒരുപാട് മ്യൂസിക്കാലിറ്റി ഉള്ളിലുള്ളതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ഒബ്സർവ് ചെയ്യണമെന്ന്. അത് നേരത്തെ നമ്മൾ റിഹേഴ്സലിലൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് അബൌട്ട് എൻജോയിങ് വാട്ട് യു ഡു. എൻജോയ് സിംഗിങ് ആണ്. അപ്പൊ അവിടെ കൂടുതൽ ഒബ്സർവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനു വേണ്ടി കോൺഷ്യസ് എഫേർട്ടായിട്ട് മാറും. ഓരോ സംഗതിയും ഞാനിങ്ങനെ പാടുവേ,
എന്ന് പറഞ്ഞിട്ട് പാടുന്ന പോലെ ഉണ്ട്. പിന്നെ ചില ഭയങ്കര ബ്യൂട്ടിഫുൾ ബോഡി ലാംഗ്വേജ് വരുന്നുണ്ട്. ഇപ്പൊ നെറുകയിൽ എന്ന്, അതെങ്ങനെ നെറുകയിൽ ഇങ്ങനെ പാടും? എന്നിട്ടും എന്നിട്ടും എന്തേ നീ എന്റെ നിറുകയിൽ അതാണ് നെറുകയിൽ മുമ്പ് ബോഡി ലാംഗ്വേജ് ഇങ്ങനെ. അത് ഭയങ്കര രസമുണ്ട്. മൂക്കിങ്ങനെ മാറിയിട്ട് അത് രസമുണ്ട്. അത് ശരിക്കും ഒരു മ്യൂസീഷ്യൻഷിപ്പ് ശരിക്കും അങ്ങനെ ഉള്ളതുകൊണ്ടാണ്. ഈവൻ ആ രാഗം, ആ മെലഡി, രാഗം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ നമ്മുടെ കർണാട്ടിക് രാഗാവിനെ പറ്റിയല്ല പറയുന്നത്, ആ മെലഡിയുടെ ഒരു പോക്ക്, അതാണ് രാഗം എന്ന് പറഞ്ഞത്. ആ രാഗം വരുമ്പോൾ അറിയാതെ ഈ നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ആണത്. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. അത് ഞാൻ പല വലിയ വലിയ കലാകാരന്മാരിലും പാട്ടുകാരിലും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരത് അവരുടെ പെർഫോമൻസിൽ അവരല്ലാതെ അവർക്ക് പോലും അറിഞ്ഞത്. ഇതിപ്പോ ഞാൻ പറഞ്ഞ കാര്യം ദിയക്കുട്ടിക്ക് അറിയാമായിരുന്നോ ഇങ്ങനെ ഉണ്ടായിരുന്നു എന്ന്? ഇനി പെർഫോമൻസ് ടെലികാസ്റ്റിന് കണ്ടു നോക്കണേ. അറിയാതെ വരുന്ന ചില കാര്യങ്ങളുണ്ട്. ഓ ദിൽ റുബ പാടിയപ്പോഴത്തേക്കും റൈറ്റിലോട്ട് തിരിയുന്നു, എന്നിട്ട് കുറച്ച് സ്റ്റൂപ്പ് ചെയ്ത് നിൽക്കുന്നു, ചില സംഗതികൾ പാടുമ്പോൾ. അതൊക്കെ അറിയാതെ വരുന്നതാണ്. അതൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് മുമ്പോട്ടുള്ള ജേണിയിൽ. അപ്പോൾ നല്ലൊരു സ്വിങ്ങിൽ അതൊന്ന് പാടിക്കപ്പിച്ചേ. താമര നൂലിനാൽ മെല്ലെ മേനി തൊട്ടു വിളിക്കൂ, താഴിട്ട പൂട്ടുമെന്നിലെ വാതിലിൽ വിളിക്കൂ. ഇപ്പോ ദിയക്ക് പ്രീ കൺസീവ്ഡ് ഐഡിയ ഉണ്ട്. ഓരോ വാക്കിലും ഓരോ അക്ഷരത്തിലും എവിടെയൊക്കെ സ്ട്രെസ് കൊടുക്കണം, എവിടെയൊക്കെ സോഫ്റ്റ് ആക്കണം, അങ്ങനെ തോന്നുന്നുണ്ട്. ഓൾറെഡി സ്ക്രിപ്റ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട്. അപ്പൊ അത് പ്രഡിക്റ്റബിൾ ആയിരിക്കും. അതേ കൂട്ടി ഇങ്ങനെ പാടും എന്ന് നമുക്ക് തീരുമാനിക്കാം. പക്ഷെ അങ്ങനെ പ്രഡിക്റ്റബിൾ ആയിട്ട് വിട്ടുകൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ താഴിട്ട്, അപ്പൊ വരുമ്പോഴത്തേക്കും കുറച്ച് ഹസ്കി ആക്കണം, അല്ലെങ്കിൽ കൂട്ടണം. പൂട്ടുമ്പം വരുമ്പോ നെഞ്ചില് അവിടെ ഇങ്ങനെ ആവണം എന്നിങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പറഞ്ഞു മനസ്സിലായോ? അത് ഓൾറെഡി ഇവിടെ രജിസ്റ്റേർഡ് ആണ്. അപ്പൊ ആ സോഫ്റ്റ്വെയർ ആണ് അവിടെ വർക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ സോഫ്റ്റ്വെയർ വർക്ക് ചെയ്താൽ അത് മെക്കാനിക്കലായി പോകും. അതുകൊണ്ടാണ് ആ ഇമോഷൻ അവിടെ ഈ സ്വിങ് ഇല്ലാതെ വരുന്നത്. അപ്പൊ കുറച്ചും കൂടെ ചില്ലായിട്ട് പാടുക. അത് മാനറിസംസും ആക്ഷൻസും ആണ് അങ്ങനെ ഫീൽ ചെയ്യിപ്പിക്കുന്നത്. താമര നൂലിനാൽ മെല്ലെ മേനിയിൽ തൊട്ടു വിളിക്കൂ, താഴിട്ട പൂട്ടുമെന്നിലെ വാതിലിൽ വിളിക്കൂ. ഇതാണ് വേണ്ടത്, ഇങ്ങനെയാണ് വേണ്ടത്. ഹാവ് എ കപ്പ് ഓഫ് കോഫി. ഒരു കോഫി വെച്ചത് കോഫി ടേബിളിന്റെ അവിടെ സൈഡിലൊക്കെ ഇങ്ങനെ പുസ്തകം വായിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോ കാഷ്വൽ ആയിട്ട് പാടുന്ന പോലെ. കാഷ്വൽ അവിടെ പാടൂലേ? ഞാൻ പാടുന്ന പോലെ അല്ലേടാ, ശരിക്കും പാടണം. പക്ഷെ അങ്ങനെ ഒരു ഫീൽ വേണമെന്നാ ഞാൻ പറഞ്ഞത് ഈ പാട്ട് പാടുമ്പോ. ഓക്കെ ദിയക്കുട്ടി ആൻഡ് ശ്രീനന്ദ്, എന്ത് രസമാ കേൾക്കാൻ വേണ്ടി രണ്ടുപേരുടെ ആ ശബ്ദത്തില് ബ്യൂട്ടിഫുൾ ആയിട്ട് ആ പാട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ആൻഡ് ശ്രീനന്ദ്, ഈ പാട്ട് കേൾക്കുമ്പോ തന്നെ അറിയാം വൈ യു ആർ എ സീസൺ സിംഗർ. അത് വളരെ ക്ലിയർ ആണ് ഈ പാട്ട് പാടുമ്പോ തന്നെ. അത് മെച്യൂർലി ഓരോ അക്ഷരവും ഹാൻഡിൽ ചെയ്യുന്നത് എനിക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. ദിയക്കുഞ്ഞെ, കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് പിച്ചിന്റെ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ മൊത്തത്തിൽ എനിക്ക് ആ ഒരു ഫ്ലോ ഇല്ലാത്ത പോലെ ഒരു ഫീൽ ചെയ്തു. പക്ഷെ ഒരുപാട് സ്ഥലങ്ങളിൽ ബ്യൂട്ടിഫുൾ എക്സ്പ്രഷൻസ് വരും ചെയ്യുന്നുണ്ടായിരുന്നു. ആര്യര പാടിയപ്പോ അവസാനത്തെ ഔട്ട്രോ ഒക്കെ ഭയങ്കര രസമായിട്ട് വന്നു. പക്ഷെ ആ ഒരു ജെല്ല് മിസ്സിങ് ആയ പോലെ തോന്നി. അത് ഡ്യുവറ്റിന് മെയിൽ വോയിസിന്റെ കൂടെയുള്ള ഒരു ജെല്ലും അതുപോലെ ഓർക്കസ്ട്രയുടെ കൂടെ ഒരു മൊത്തത്തിൽ ആ ഒരു ഗ്രൂവിൽ വീഴാനുള്ള ഒരു മിസ്സിങ് കേട്ടോ. അതാണ് എനിക്ക് മെയിനായിട്ട് തോന്നിയത്. അപ്പൊ ഒരു ഫ്ലോ മൊത്തത്തിൽ അങ്ങ് സെറ്റ് ആവാത്ത പോലെ. ചില സ്ഥലത്ത് നല്ല ഭംഗിയായിട്ട് വരുന്നു, ചില സ്ഥലത്ത് അതങ്ങ് ഫിറ്റ് ആവുന്നില്ല, എന്നിട്ട് പിന്നെ നല്ല ഭംഗി വരുന്നു. ഇതാ ഈ പാട്ട് അങ്ങനത്തെ അല്ലേ, സ്വിങ്ങില് അത് പാടിയിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും തോന്നി കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഫസ്റ്റ് ലൈനിലെ താഴിട്ട് പൊട്ടുമൻ, അത് ഫസ്റ്റ് തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നത് കുറച്ച് ഷാർപ്പായിരുന്നു പിച്ച് ശ്രുതി. അവിടെ. അപ്പോ ശ്രീനന്ദ് കുട്ടാ, പഴയ പോലെ തന്നെ ആ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്.
കുറച്ചും കൂടി കൂടിയെങ്കിലേ ഉള്ളൂ. താങ്ക് യു ശബ്ദം മാറി മാറി നന്നായി വരുന്നുണ്ട് കേട്ടോ. സർ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 1.5 സിംഗേഴ്സ് ആണെന്ന് പാടാൻ വന്നെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ശ്രീനന്ദ് കുട്ടനും ദിയകുട്ടി അല്ലേ? ഇവിടെ ഇഷ്ടംപോലെ പാട്ടുകൾ പാടി പ്രൂവ് ചെയ്തിട്ടുള്ള ആളാണല്ലോ. അടിപൊളി പാട്ടുകൾ ദിയകുട്ടി. ഇപ്പൊ എനിക്കും ഈ ഭാഗങ്ങളൊക്കെ എനിക്ക് MJ ഞങ്ങൾ പാടിപ്പിച്ചില്ലേ, അതൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല ഫീൽ ഉണ്ടായിരുന്നു ഒന്ന് പാടിയതിൽ പല ഭാഗത്തും. പിന്നെ എനിക്ക് തോന്നുന്നു ശ്രുതി ആ താഴിട്ട് പൂട്ടുമൻ തുടങ്ങിയപ്പോ തന്നെ കുറച്ചൊന്ന് ഷാർപ്പായിട്ടുണ്ട്. പൂങ്കാറ്റിലാടും കടമ്പ് പോലെ ഫീല് നന്നായിരുന്നു. പക്ഷെ അതും കുറച്ച് ശ്രുതി അതിൽ നിന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു കേട്ടോ. എപ്പോഴും ഉള്ള പോലെ തന്നെ ആ ക്വാളിറ്റി രണ്ടുപേരും, ശ്രീനന്ദവിനെ ഓൾറെഡി അറിയാം, ദിയ ആ ക്വാളിറ്റി എങ്ങനെയാണ് നിലനിർത്തിയിട്ടുണ്ട്. ആ ഒരു മിനിമം ഗ്യാരണ്ടി അതെപ്പോഴും ഉണ്ടാവും ദിയകുട്ടിയുടെ പാട്ടിൽ. അതെന്നും ഉണ്ടായിരുന്നു. ഈ ചെറിയ ഈ പറഞ്ഞില്ലേ ഒരു ഫ്ലോ, അതൊരു കാഷ്വലായിട്ട് പാടുന്ന പോലെ ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി നമുക്ക് നന്നായിരുന്നു തോന്നി. ദിയകുട്ടി ചില മാനറിസംസ്, അതായത് ഇങ്ങനെ സൂക്ഷിച്ച് പാടുന്ന പോലെ ഒരു ഫീൽ, അതാണ് ഉദ്ദേശിച്ചത്. ഓരോ ലൈനും കൈൻഡ് ആക്ഷൻസും അതൊക്കെ വളരെ അങ്ങനെ വരരുത്, വളരെ കോൺഷ്യസ് ആയിട്ട് പോകുന്ന പോലെ നമുക്ക് കാണുന്നവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പൊ അതാണ് ആ മാനറിസംസ് കുറച്ചൊന്ന് കണ്ണാടി നോക്കി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് മാറ്റിയെടുത്താൽ മതി കേട്ടോ. സൂപ്പർ ആയിരുന്നു, രണ്ടുപേരും നന്നായിട്ട് പാടി, ഉഗ്രനായിരുന്നു. അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് തോന്നുന്നു. അമ്മ ഇങ്ങനെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും ഒന്നും ടെൻഷൻ ആവണ്ട. കാരണം നമ്മൾ വി ആർ എൻജോയിങ്. അതെ, മാത്രമല്ല ഇങ്ങനെ ഒരു ടാലന്റ് ഉള്ള ആളല്ലേ, എന്തിനാണ് ടെൻഷൻ ആവുന്നത്? അത് വേണ്ട കേട്ടോ. സോ ദിയകുട്ടിക്ക് ഇന്ന് 98/100. ഓൾ ദ വെരി ബെസ്റ്റ് രണ്ടുപേർക്കും. ബൈ. ഡ്രസ് കറക്കിയിട്ടുണ്ട് നന്നായിട്ട്, സൂപ്പർ ആയിട്ടുണ്ട്. മാച്ചിങ്. ആര്യ ചേച്ചി, നമുക്കൊരു നല്ല മെലഡി സോങ് കേട്ടാലോ? ഐ ആം റെഡി മിനുട്ട. ഓക്കെ, വി ആർ റെഡി. മെലഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ഒരു കുഞ്ഞു മെലഡി മുട്ടായി പോലത്തെ ആളെയാണ് നമ്മൾ വിളിക്കാൻ പോകുന്നത്. എസ്തർ കുട്ടിയാ വരുന്നത്. ലെറ്റ്സ് വെൽക്കം എസ്തർ സജീവ് ഓൺ സ്റ്റേജ്. ഒരു പഞ്ഞി മുട്ടായി നടന്നു വരുന്നു. പഞ്ഞിക്കുട്ടി. ഹലോ. മാലാഖ. അതെ, ആദ്യമേ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ആ ഗ്ലൂമൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞു തരുമോ? ഇനി ഒരു ഗ്ലൂം കൂടി ഉണ്ടായിരുന്നു. അത് മതം കൊണ്ട് കൊടുത്തു. ആ, പിടിച്ചോ. അടുത്ത പ്രോഗ്രാമിൽ യൂസ് ചെയ്യാം കേട്ടോ. പോക്കറ്റ് പിടിച്ചിട്ട് ഇട്ടിക്കണേ. ഗ്ലൂം കിട്ടി, അപ്പൊ രക്ഷപ്പെട്ടു. അതെ. ഗ്ലൂം കുട്ടി, ഇന്ന് ഏതാണ് പാട്ട്? കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ എനിക്കൊരു സ്പേഷ്യലുള്ളത്. സ്പെഷ്യലോ? സ്പെഷ്യൽ അല്ലേ കുഞ്ഞുദ്ദേശിച്ചേ? പിന്നെ സ്പേസിലോ? പറഞ്ഞോ ഫുള്ള് പറഞ്ഞോ. എന്ത് ചെയ്തു സ്പേസിലുള്ള ആന്റി? സ്പേസിലുള്ള ആന്റിയോ? എന്നാ ചേട്ടാ അത്? അതെന്താ? സ്പെയിൻ. സ്പെയിനിലുള്ള ആന്റിയാ? ഓ, ഞാൻ സ്പെയിൻ ഇവിടെ, നമ്മുടെ ഇവിടെ സ്പേസ് അവിടെ കിടക്കണു. ആന്റിയുടെ പേരെന്താ? ആനി സാൻഡിക്ക് ഒരു ബിഗ് ഹായ്. ആന്റി ഫ്രം സ്പെയിൻ. നമുക്ക് ഇന്ന് ഡെഡിക്കേറ്റ് ചെയ്താലോ ഈ പാട്ട്? സിനിമ പൊന്നുച്ചാമി, മ്യൂസിക് മോഹൻ സിത്താര സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ, പാടിയത് ചിത്രാമ, വർഷം 1993. മീനുകുട്ടി, ഒരൊറ്റ കാര്യം കൂടെ പറയാതെ പോകില്ല. ഒരു ഹൈലൈറ്റ് ഉണ്ട്. എന്താ? അതായത് ഈ സിനിമയ്ക്ക് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്ന ആൾ, ദാറ്റ് മാൻ ഇവിടെയുണ്ട്. അത് നമ്മുടെ ഫ്ലവേഴ്സിന്റെ സീനിയർ ക്യാമറാമാൻ ആയിട്ടുള്ള ലാലുവാണ്. അദ്ദേഹത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ലാലു ചേട്ടാ. യെസ്, നമ്മുടെ പ്രിയപ്പെട്ട ലാലു ചേട്ടൻ. ലാലു സർ, ഭയങ്കര സന്തോഷമാണ്. നേരത്തെയും വർക്കിനെ കുറിച്ച് എനിക്ക് അറിയാം, പക്ഷെ ഈ സിനിമ എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പൊ അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഇത് ഞങ്ങള് ഒരു 20 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്തതാണിത്. ഈ പാട്ട് 2 സ്ഥലത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വയനാടും ട്രിവാൻഡ്രമായിട്ടാണ് ഷൂട്ട് ചെയ്തത്. ഈ സോങ് പിക്ചറൈസ് ചെയ്തത്. അത് ശരി. നല്ലൊരു ടീമായിരുന്നു. മോഹൻ സിത്താര സാറായിരുന്നു മ്യൂസിക്. അന്നൊക്കെ നാഗ്രയിൽ എടുത്തോണ്ട് വരല്ലേ ചെയ്യണേ? അതെ, നാഗ്രയില്ല, സ്കൂളിൽ വന്നിട്ട് പ്ലേ ബാക്ക് ചെയ്യുവാണ്. ഗ്രേറ്റ്.
ഓക്കെ താങ്ക്സ്. നമസ്കാരം. യെസ്, സന്തോഷം. താങ്ക് യു. അപ്പൊ എസ്തർ കുട്ടി ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ, കുന്നിറങ്ങി കൂടി വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചെപ്പിൽ നീ കളഭം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ ചുട്ടും കൊണ്ടേവാ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ, കുന്നിറങ്ങി കൂടി വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചെപ്പിൽ നീ കളഭം തായോ. അച്ചിലപ്പെട്ടിലൊരു കൊച്ചുവാൽ കണ്ണാടി, അത് നീ വരുമോ അമ്പിളി മാമ. അച്ചിലപ്പെട്ടിലൊരു കൊച്ചുവാൽ കണ്ണാടി, അത് നീ വരുമോ അമ്പിളി മാമ. കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കുന്നമലർ കനിയോ, കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കുന്നമലർ കനിയോ, എൻ മനസ്സിൽ പെയ്ത നിലാവോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ, കുന്നിറങ്ങി കൂടി വരും കുളിർ വെണ്ണിലാവേ, കുഞ്ഞുമണിച്ചെപ്പിൽ നീ കളഭം തായോ. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ കൂട്ടിനു മിന്നാമിന്നീവാ, മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചോട്ടും കൊണ്ടേവാ. Mm-hmm.
ഗുരുകുടാ, എന്തോ ഇതാരാണ്? ഗ്ലും ഇല്ലാത്ത ഗ്ലും കുട്ടി. ഗ്ലുമേ വന്നില്ല. ഇല്ല. കണ്ടോ, അത് എല്ലാം എറിഞ്ഞു തന്നില്ലേ എല്ലാം ഞങ്ങളുടെ പോക്കറ്റിൽ അതെ, അതെ, സുരക്ഷിതമാണ്. ഗ്ലും തിരിച്ചറിയില്ല. വേണ്ട. എക്സ്പ്രഷൻ ക്വീൻ ആണ്. ക്വീൻ ക്വീൻ. അതെ 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 കൂട്ടിനുള്ളിൽ കൂട്ടിനുള്ളിൽ മഞ്ഞു വീഴും കാട്ടിനുള്ളിൽ തിരിച്ചൂട്ടും കൊണ്ടേവാ. അനുപല്ലവിന്ന് തുടങ്ങി എനിക്ക് ആ കളഭം തായോ എന്ന് വന്നപ്പോഴത്തേക്കും എന്തൊരു എക്സ്പ്രഷനിലാ നമ്മുടെ കുഞ്ഞു പാടുന്നത്. കുഞ്ഞുറങ്ങും കൂട്ടിനുള്ളിൽ. അത് കഴിഞ്ഞിട്ട് ഇളനീർ കുളിർ കൊഞ്ചലായി വാ. ഓ, ആ കൊഞ്ചലായി വാ എങ്ങനെ പാടി? ഇത്തിരി പൂവേ വാ പുട്ടുകുത്താൻ വാ വാ, ഇളനീർ കുളിരു കൊഞ്ചലായി വാ. ഓ, സബാഷ് 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 സബാഷ്. അതെ. പൂവേ വാ പുട്ടുകുത്താൻ വാ വാ, ഇളനീർ കുളിരു കൊഞ്ചലായി വാ. അമ്പിളി മാമ എന്ന് പറയില്ലേ, അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ചരണത്തില് പച്ചില പട്ടിലൊരു പച്ചിലപ്പട്ടിലൊരു കൊച്ചുവാൽ ആ കണ്ണാടി. പച്ചില അങ്ങനെ പാടാ. എന്ത് രസാ. അതെ. ഒന്നുകൂടെ പാടി. പച്ചിലപ്പട്ടിലൊരു കൊച്ചുവാൽ കണ്ണാടി, ഓ, അതിൽ നീ വരുമോ അമ്പിളി മാമ. ഇവിടെ വന്നോ? അതെ അതെ അതെ. ബാക്കി കൂടെ കേട്ട്. അയ്യോ, എനിക്ക് ബാക്കി കൂടെ, കൊതിയായിട്ട്. ഒന്നും കൂടെ കന്നിമണ്ണ്. അടുത്തുനിന്ന് കേൾക്കാൻ ഇത്രയും രസമുണ്ട്. കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കൊന്നമലർ കനിയോ, കന്നിമണ്ണ് കാഴ്ച വയ്ക്കും കൊന്നമലർ കനിയോ, എൻ മനസ്സിൽ പെയ്ത നിലാവോ. ആ, ഇല്ല. പാടുമ്പോ കണ്ണ് പോണോണ്ട. അതാണ്, അത് അനുഭവമാണ്. അതെ, സ്വയം മറന്ന് പാട്. അല്ലേ? സ്വയം മറന്നുപോയി. അതാണ് പാട്ടില് നമ്മളാണ് പാടണേന്ന് പോലും മറന്നുപോകും. അങ്ങനെയല്ലേ? അതാണ് കുഞ്ഞിന്റെ പ്രത്യേകത. താങ്ക് യു. കുഞ്ഞുങ്ങൾക്ക് മാത്രമാണ് അത് ചെയ്യാൻ പറ്റുന്നത്. കാരണം അത്രയും നിഷ്കളങ്കമാണ്. കളങ്കമില്ലെങ്കിലേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് സ്വയം മറക്കാൻ പറ്റുള്ളൂ. അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് നമ്മുടെ കുഞ്ഞിന്റെ. ഞാനിങ്ങനെ ഓർക്കായിരുന്നു, ആദ്യത്തെ ഓഡിഷന് ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യം പാടിയില്ലേ, അപ്പൊ അന്ന് ഇവിടെ പിടിച്ചിരുത്തിയില്ലേ, ഓർമ്മയുണ്ടോ? ആ മൂമെന്റ്സ് ഒക്കെ ഞാനിങ്ങനെ ഓർക്കാണ്. ഇപ്പൊ കുറെ മാസങ്ങളായല്ലോ നമ്മുടെ ജേണി. അപ്പൊ ഗ്ലും കുട്ടി മാറി, ഇനി ഗ്ലും ഇല്ലാത്ത കുട്ടി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഗ്ലും ഇല്ല കേട്ടോ. ഗ്ലൂമിനൊക്കെ നമ്മൾ എടുത്ത് എറിഞ്ഞു. ഓക്കെ, നോ ഗ്ലൂം. ഓക്കെ. ആ, അവസാനം നിർത്താറായപ്പോഴത്തേക്കും ഒരു ഗ്ലൂം വരുമോ എന്നൊരു അതെ. സംശയം ഉണ്ടായിരുന്നു. പേടിച്ചു. ആ, അങ്ങനെ ഒരു തൊട്ടുമ്പില്ല. ആ, ചെറുതായിട്ട്. പക്ഷെ ഇല്ലില്ല, വന്നില്ല. അതിങ്ങനെ നമ്മളിവിടെ പിടിച്ചു വെച്ചേക്കല്ലേ. അതെ. അപ്പൊ അരിച്ചിട്ട് ചോദിക്കും, വായോ, ഓടി വായോ. എങ്ങനെ പഠിക്കുന്നു ഈ പാട്ടൊക്കെ? ഇപ്രാവശ്യം ആരാ സഹായിച്ചത്? അമ്മയാണോ അച്ഛനാണോ? ആരെ പഠിപ്പിച്ചു തന്നത്? അമ്മയും പപ്പയും രണ്ടുപേരും പഠിപ്പിച്ചു. രണ്ടുപേരും പഠിപ്പിച്ചു. എന്നിട്ട് എന്ത് പറഞ്ഞു? സൂപ്പറാണെന്ന് പറഞ്ഞു. സൂപ്പറായി സൂപ്പറാണെന്ന് പാടുന്നു. പറഞ്ഞ്. എനിക്കും അത് തന്നെ തോന്നി. സൂപ്പറായി പാടി. താങ്ക് യു. ഞാൻ ഇവിടെ എന്താ എഴുതി വെച്ചേ നോക്ക്. ഞാൻ ഇവിടെ ഗുഡ് എന്ന് എഴുതി വെച്ചേക്ക. ഗുഡ് 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 കേട്ടോ. മിടുക്കിയാണേ. താങ്ക് യു. ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് ഇനിയും നന്നായി പാടണം. ഞാനും ഈ പറഞ്ഞ പോലെ ആദ്യത്തെ പെർഫോമൻസ് ഇങ്ങനെ മീനൂട്ട എനിക്ക് ഓർമ്മ വരിക. ഒരു കുഞ്ഞു കുഞ്ഞു കിളി വന്നിട്ട് ഇവിടെ പാടുന്നു. ഇപ്പോഴും അതേ കുഞ്ഞു കിളി, പക്ഷെ പാട്ട് മാറിയടാ. നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തേക്ക് പാട്ട് മാറി. അത്രയും മെച്യൂരിറ്റി വന്നു, ക്ലാരിറ്റി വന്നു. മിടുക്കി മിടുക്കി മിടുമിടു മിടുക്കി. താങ്ക് യു. യെസ്. ഇനി ഇങ്ങാട് വാ. യെസ്, കലക്കി. താങ്ക് യു. മിടുക്കി. താങ്ക് യു. എന്താ ഫീല് പാടുന്നതില്? നല്ല ഫീൽ ഉണ്ടായിരുന്നട്ടാ. താങ്ക് യു. ഇതെങ്ങനെ ഇങ്ങനെയൊക്കെ പാടണത്? നന്നായിട്ട് പാടും, അത്രേ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചല്ലേ? നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തെന്ന് തോന്നണ് അല്ലേ? ശരിയല്ലേ? ശരിയാ. ഞാൻ പറയണത് ശരിയല്ലേ? നന്നായിട്ട് പാടി. താങ്ക് യു. ഇങ്ങനെ തന്നെയാണ് പാടേണ്ടത്. ഇങ്ങനെ ഇങ്ങനെ തന്നെ അങ്ങ് പോയാ മതി ചേട്ടാ. പ്ലുമ്മിലൊക്കെ ഞങ്ങളോട് ടേബിളിന്റെ അടിയിൽ. ടേബിളിന്റെ അടിയിൽ വെച്ചിട്ടുണ്ട്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട്. താങ്ക് യു. ആ, എനിക്ക് പറയാൻ വാക്കുകൾ കിട്ടണില്ലെന്ന്. ആ, ഓക്കെ, കൊള്ളാട്ടാ. മിടിക്കാണ്. താങ്ക് യു. ഒരു പഞ്ഞിമുട്ടായി വന്ന് ഇങ്ങനെ ഒരു അപ്പൂപ്പൻ താടി പോലെ ഇതേ പോളൂ. അപ്പൂപ്പൻ താടിയുടെ മാർക്ക് ചോദിക്കണ്ടേ? ആ, ചോദിക്കാം. ചോദിച്ചോന്ന്.
മാർക്ക് എത്രയാ? മാർക്ക് കുറച്ച് കുറവാണല്ല. കുഴപ്പമുണ്ടോ? കുറവാ മാർക്ക്. ഇല്ല കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? എന്നാ എത്ര ആയിരിക്കും? അറിയില്ല. പറഞ്ഞോ, ഗസ് പ്ലീസ്. 100. ഏറ്റവും കുറഞ്ഞത് അതാ. ഏറ്റവും കുറഞ്ഞ മാർക്കാണ്. അതെങ്ങനെ ശരിയാവണത്? 100 ഒക്കെ എങ്ങനെ ചോദിച്ചാൽ ശരിയാവില്ലല്ലോ. സ്റ്റാർ വേണ്ടേ? ആ, വേണ? എത്ര സ്റ്റാർ വേണം? 5. 5. 5 സ്റ്റാറും 100. അപ്പൊ നമ്മുടെ ഗ്ലൂം കൊട്ടിക്കുന്നു 100-ൽ 100 and 2 stars for you. എസ്തർ കുട്ടിയാണ് നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ കേട്ടോ. എസ്തർ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാ അങ്ങോട്ട് വരും. ആരാണ്? എഞ്ചിങ്ങള്. അയ്യോ ഇപ്പോഴെങ്കിലും. വായോ, വെൽക്കം എം ജെ അങ്കിൾ. പല്ല് തെച്ച് വളരുക കുട്ടി വളരുക വില്ലി വൈറ്റുമായി കൂടെ കൂടി പോകുക. എസ്തർ കുട്ടിക്ക് വില്ലി വൈറ്റിന്റെ ഒരു ഗിഫ്റ്റ് ഹാമ്പർ. പല്ല് പോയ പല്ലൊക്കെ തിരിച്ചു വന്നോ? വന്നു ഫുൾ. അയ്യോ, അപ്പൊ ബ്രഷ് എല്ലാ സ്ഥലത്തും എത്തും. അപ്പൊ അതെ. ഓക്കെ. പല്ല് തേച്ച് തേച്ച് പല്ലിനെ പരുത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ, അല്ലേ? അപ്പൊ ഗ്ലുമൊക്കെ നമ്മൾ പിടിച്ചു വെച്ചേ. ഇനി ഗ്ലുമില്ലേ? സൂപ്പർ. താങ്ക് യു എം ജെ അങ്കിൾ.